ആശംസ അറിയിക്കാനായി അടുത്തതായി ചലച്ചിത്ര സംവിധായകൻ ശ്രീ വിനയനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കേരള വിഷൻ ഇതുപോലെയൊരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചതിനും അതിലോട്ട് ക്ഷണിച്ചതിനും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയട്ടെ. നമ്മുടെ നാട്ടിൽ എല്ലാ തലത്തിലുള്ള ആൾക്കാർ സ്നേഹവും സൗഹൃദവും പങ്കിടുന്ന നിമിഷങ്ങൾക്ക് ഈ ഇഫ്താർ സംഗമത്തിലൂടെ, ഇതുപോലെയുള്ള നിരവധി ഇഫ്താർ സംഗമത്തിലൂടെ സാധ്യമാകട്ടെ. പ്രത്യേകിച്ച് പരസ്പര സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, സംയമനം എന്ന് പറയുന്നത് നമുക്ക് കൈവിട്ടുപോയ ഒരു കാലത്ത്, വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ആയിട്ട് ആരോടെങ്ങനെ പെരുമാറണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് യുവതലമുറ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, സ്വന്തം അച്ഛനെയും അമ്മയെയും സ്വന്തം സഹോദരിയെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നമ്മുടെ നാളത്തെ പ്രതീക്ഷയായ ചെറുപ്പക്കാർ, ഇതുപോലെയുള്ള സംഗമങ്ങളിൽ പോലും നമ്മളിപ്പോൾ കാണുന്ന ഒരവസ്ഥ, 30 വയസ്സിന് താഴോട്ടുള്ളവർ വളരെ കുറവാണ്. പ്രസംഗം കേൾക്കാൻ കുറവാണ്. ഏത് ഫംഗ്ഷന് പോയാലും കുറവാണ്. അവർ ചിലപ്പോൾ അവർ ഫേസ്ബുക്കിലായിരിക്കും, അന്തർമുഖരായിരിക്കും. നമ്മൾ മുൻ മേയർ പറഞ്ഞ പോലെ ഇത്തരം അന്തർമുഖരെ ഒത്തിരി സൂക്ഷിക്കണം. അതിനായിട്ട് കുടുംബങ്ങൾ ഇറങ്ങുക എന്ന് അദ്ദേഹം പറഞ്ഞ പോലെ എനിക്കും പറയാനുള്ളത് തന്നെയാണ്. കാലം മാറി വരുന്തോറും ഇഫ്താർ വിരുന്നുകളുടെയൊക്കെ അർത്ഥതലം മാറുകയാണ്. ഇന്ന് നമുക്ക് വളരെ ശുഷ്കാന്തിയോടെ നാളത്തെ നമ്മുടെ തലമുറയെ വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ ഭയത്തോടെയും നിരീക്ഷിക്കേണ്ട ഒരവസ്ഥയുണ്ട്. നമ്മുടെ നാട്ടിൽ സ്നേഹവും സമാധാനവും നിലനിർത്താനും, നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന് ആശയടക്കം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ വന്നാൽ തന്നെ ഒത്തിരി മാറ്റം ഉണ്ടാകും. അതാണല്ലോ ഇത്തരമുള്ള നൊയമ്പുകളുടെയൊക്കെ മറ്റൊരു ഉദ്ദേശവും. ആശയടക്കാൻ കഴിയുക. അമിതമായ ആശയും അംബീഷ്യസും ഒക്കെ ആയി മാറുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറക്കുന്നു. കാശുണ്ടാക്കാനും സുഖസൗകര്യങ്ങൾക്കും വേണ്ടി പരക്കം പായുന്നു. അതുകൊണ്ട് തന്നെയാണ് പരസ്പരമുള്ള ബന്ധങ്ങളില്ലാതാകുന്നത്. പൈസ ഇല്ലാത്ത നമ്മളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ ആരും അങ്ങനെ ദരിദ്രരൊന്നുമില്ല. പക്ഷെ ഉണ്ട് കേട്ടോ, നിരത്തി കിടക്കുന്നവരും, ഒരു നേരത്തെ ആഹാരം കഴിക്കാത്ത, റോഡരികെ കിടക്കുന്ന പിഞ്ചു ബാല്യങ്ങളും കടത്തിണ്ണയിൽ കിടക്കുന്നവരും ഒക്കെ ധാരാളമുണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ പറയുന്നത് ദാരിദ്ര്യമില്ല, നമ്മളൊക്കെ ഒത്തിരി ഡെവലപ്ഡായി എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ ഉള്ളിടത്താണ് സ്നേഹത്തിൻ്റെ വിലയെന്ന്. അതൊക്കെ അറിയണം. ഒരു പൈസ കയ്യിലില്ലാതെ, സ്വന്തം ഭാര്യയ്ക്ക് മരുന്ന് മേടിക്കാൻ പൈസയില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു 100 രൂപ തന്നിട്ട് നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ച് തന്നാൽ മതിയടാ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ, അതനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കുട്ടനാടൻ ഗ്രാമത്തിൽ നിന്ന് വരുന്നുണ്ട്, എനിക്കറിയാം സാമ്പത്തികത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പം ഈ നമുക്കെല്ലാം ആയിക്കഴിയുമ്പോഴാണ് സ്നേഹത്തിൻ്റെ വില നമുക്ക് നഷ്ടപ്പെടുന്ന. പലപ്പോഴും നമ്മൾ വല്ലാതെ വലയുന്ന സമയത്ത് ഒരു 100 രൂപ തന്നൊന്ന് ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ വലിയ സ്വർഗമാണ്, അല്ലേ? ഇന്ന് 100 പോയിട്ട് എത്ര കോടി തന്നാലും നമുക്ക് പോരാ, അത് വേറൊരു കാര്യം. അപ്പോൾ മനസ്സിൻ്റെ ആശയടക്കാൻ കഴിയുക. നേരത്തെ ഇമാം പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇല്ല, വൈകുന്നേരം മതി ഭക്ഷണം എന്ന് പറയുന്ന ആ ആശയടക്കം ഉണ്ടല്ലോ, അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് പാലിക്കാൻ കഴിയട്ടെ. നമുക്ക് സ്നേഹം കൊടുക്കാൻ കഴിയട്ടെ,
നമ്മുടെ സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയട്ടെ. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ വേദന അനുഭവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നതിന് വേണ്ടി സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടാകട്ടെ. ഇത്തരം ഇഫ്താർ വിരുന്നുകളിലൂടെ ഇത്തരം സന്ദേശങ്ങൾ പകരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.